ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവദേക്കറുമായി മകന്റെ ഫ്ളാറ്റിൽ കൂടിക്കാഴ്ച നടത്തി വിവാദത്തിൽപ്പെട്ട സി.പി.എം കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ.ഡി.എഫ് കൺവീനറുമായ ഇ.പി. ജയരാജനെതിരെ കിട്ടിയ അവസരം മുതലാക്കാൻ പി. ജയരാജന്റെ സൈബർ പട ഇറങ്ങി. ഇ.പിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി പി. ജയരാജന്റെ ആരാധകരായ റെഡ് ആർമിയും പോരാളി ഷാജിയും രംഗത്തെത്തിയിട്ടുണ്ട്. കച്ചവട താൽപര്യം തലയ്ക്ക് പിടിച്ച് നിരന്തരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നവർക്കിടയിലും ഒന്നും നേടാത്ത ചിലരുണ്ടിവിടെ എന്ന കുറിപ്പോടെ റെഡ് വോളണ്ടിയർമാരെ നോക്കി പി. ജയരാജൻ നിൽക്കുന്ന ഒരു ചിത്രവുമാണ് റെഡ് ആർമിയും പോരാളി ഷാജിയും 2 പേജുകളിലും പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയാവാൻ വരെ യോഗ്യതയുള്ള നേതാവെന്ന് പി. ജയരാജനെ പുകഴ്ത്തി പോസ്റ്റിന് വന്നിരിക്കുന്ന കമന്റുകൾ നിരവധിയാണ്. പഴയ പി. ജെ ആർമിക്കാരാണ് റെഡ് ആർമി എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പി. ജയരാജന്റെ പ്രചാരകരായി എത്തിയിട്ടുള്ളത്. പി. ജയരാജൻ സി.പി.എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്തായിരുന്നു ഇത്. പി. ജെ ആർമി പാർട്ടിക്കുള്ളിൽ നേരത്തെ ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പഴയ പി. ജെ ആർമി ഫേസ്ബുക്ക് മാത്രമായിരുന്നുവെങ്കിൽ റെഡ് ആർമി ആകട്ടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും നിറസാന്നിധ്യമാണ്. നേരത്തെ കണ്ണൂരിൻ താരകമല്ലോ ചെഞ്ചോരപ്പൊൻ കതിരല്ലോ എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ പേരിൽ പി. ജയരാജന് വേണ്ടി നടത്തിവന്ന വ്യക്തിപൂജ വിവാദങ്ങളിൽ പെടുമ്പോൾ പാർട്ടിയിൽ പി. ജയരാജന് ഏറെ വിമർശനം നേരിടേണ്ടി വരികയായിരുന്നു. പാർട്ടി ഇതേപ്പറ്റി നടത്തിയ അന്വേഷണത്തിൽ പി. ജയരാജന് ക്ലീൻ ചിറ്റ് നൽകിയ പിറകെ പി. ജെ ആർമിയുടെ പേര് റെഡ് ആർമി എന്നാക്കി മാറ്റി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതിൽ പിന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ പി. ജയരാജന് പിന്നീട് ആ പദവി നൽകിയിരുന്നില്ല. പിന്നീട് പി. ജെ ആർമി പേജിൽ പി. ജയരാജൻ അനുകൂല പോസ്റ്റുകളും വാഴ്ത്തുപാട്ടുകളുമാണ് ഉണ്ടായിരുന്നത്. പി. ജെ ആർമി പേജ് പി. ജയരാജന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ ഭീഷണി ഉയർത്തുന്ന അവസ്ഥയിൽ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ കേസുകളിൽ ഉൾപ്പെട്ട ആകാശ് തിലങ്കേരിയും അർജുൻ ആയങ്കിയും ഉൾപ്പെടെയുള്ളവർ പി. ജെ ആർമിയിൽ സജീവമായിരുന്നു. പി. ജയരാജൻ തന്നെ പലതവണ പി. ജെ ആർമിയെ തള്ളിപ്പറഞ്ഞിട്ടുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം വടകരയിലെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി കെ. ശൈലജയ്ക്ക് അനുകൂലമായ പോസ്റ്റുകളായിരുന്നു റെഡ് ആർമി പേജിൽ നിറഞ്ഞു തുളുമ്പിയിരുന്നത്. പോരാളി ഷാജി പേജിന് 3 ലക്ഷത്തിന്റെയും റെഡ് ആർമി പേജിൽ 1 ലക്ഷത്തിന്റെയും ഫോളോവേഴ്സാണ് നിലവിലുള്ളത്. 2022 സി.പി.എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പി. ജയരാജനെ ഉൾപ്പെടുത്താതിരുന്നതിൽ പ്രതിഷേധിച്ചും റെഡ് ആർമിയും പോരാളി ഷാജിയും രംഗത്ത് വന്നിരുന്നു. സംസ്ഥാന കമ്മിറ്റിയിൽ ഇ.പി. ജയരാജന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് പോയ വർഷം പി. ജയരാജൻ പരാതി ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെ അഴീക്കോട് സൗത്ത് കാപ്പിലെ പീടികയിൽ പ്രത്യക്ഷപ്പെട്ട ഫ്ലെക്സ് ബോർഡിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഒരു കമ്മ്യൂണിസ്റ്റിന്റെ കയ്യിൽ 2 തോക്കുകൾ ഉണ്ടായിരിക്കണം. ഒന്ന് വർഗീയ ശത്രുവിന് നേരെയും 2 പിഴയ്ക്കുന്ന സ്വന്തം നേതൃത്വത്തിന് നേരെയും എന്നായിരുന്നു ബോർഡിലുണ്ടായിരുന്ന വാചകങ്ങൾ. അന്ന് സംഭവം വിവാദമായപ്പോൾ പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്ന് വരുത്താനുള്ള വലതുപക്ഷ നീക്കമെന്ന് പറഞ്ഞ് ഫ്ലെക്സ് ബോർഡിനെ പി. ജയരാജൻ തള്ളുകയും ഫ്ലെക്സ് ബോർഡ് നീക്കം ചെയ്യുകയുമായിരുന്നു.